ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2025 ക്രിസ്തീയ വിദ്യാഭ്യാസ വാരത്തിലെ 3-ാം ദിവസമായ ഇന്ന് ഞാൻ നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. ബൈബിളിൽ ലൂക്കോസ് 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. യേശു ഒരു ഗ്രാമത്തിലൂടെ യാത്ര പോവുകയാണ്. അവിടെ വെച്ച് മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീയെ കണ്ടു. അവൾ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. മാർത്തയ്ക്ക് മറിയ എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. മറിയയാണെങ്കിലോ യേശുവിന്റെ കാലത്തിലിരുന്ന് വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ മാർത്തയാകട്ടെ യേശുവിനെ സൽക്കരിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിലേക്കുമായിട്ട് ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. മാർത്ത യേശുവിനോട് വന്ന് പറയുകയാണ്, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചാക്കിയിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? എന്റെ സഹോദരിയോട് എന്നെ വന്ന് സഹായിപ്പാൻ അവളോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു മാർത്തയ്ക്ക് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളോട് ആരും അപഹരിക്കുകയുമില്ല എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നാമും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ എന്തൊക്കെ തന്നെ കടന്നു വന്നാലും അവയിലൊന്നും പതറിപ്പോകാതെ, ഈ ലോകപരമായ രീതിയിൽ ഒന്നും ചിന്തിക്കാതെ ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം വായിച്ചും വചനം കേട്ടും പ്രാർത്ഥിച്ചും മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ജീവിപ്പാൻ ഈ ക്രിസ്തീയ വിദ്യാഭ്യാസ വാരത്തിലൂടെ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.